ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈസെക്ടർ എന്നുള്ള ടോപ്പിക്കാണ്. ബൈസെക്ടർ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ലൈനിനെയോ ഒരു ആംഗിളിനെയോ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നതാണ് ബൈസെക്ടർ. ആ വാക്ക് തന്നെ അതാണ്, ബൈസെക്ടർ, രണ്ടായി മുറിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലൈനിനെ എങ്ങനെയാണ് രണ്ട് ഈക്വൽ പാർട്സായി മുറിക്കുന്നത്, ഒരു ആംഗിളിനെ എങ്ങനെയാണ് രണ്ട് ഈക്വൽ ആംഗിൾസ് ആക്കി മുറിക്കുന്നത്, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്കാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് നോക്കാം. ഒരു ലൈനിനെ പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് 90 ഡിഗ്രിയിൽ രണ്ടായിട്ട് കട്ട് ചെയ്യുന്ന ലൈനാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇതൊരു എക്സാമ്പിൾ നോക്കാം. ഒരു 8 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര. ഓക്കെ, അപ്പോൾ എനിക്ക് 8 സെൻറ്റിമീറ്റർ നീളമുള്ള വരയെ രണ്ട് ഈക്വൽ പാർട്സായി കട്ട് ചെയ്യണം. അപ്പോൾ എത്ര വെച്ച് കിട്ടണം? 4 വെച്ചിട്ട് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ ഹാഫായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പസിൽ ഏകദേശം ഇതിൻ്റെ ഹാഫ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. മോർ ദാൻ ഹാഫ് എടുത്തിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു മോർ ദാൻ ഹാഫാണ്. മുകളിലും താഴത്തും ഒരു കട്ട് കൊടുക്കുക. ഓക്കെ, മുകളിലും താഴത്തും ഒരു കട്ട് കൊടുത്തു. കോമ്പസിൽ ഇപ്പം എടുത്ത് അതേ അളവ് മാറാതെ തിരിച്ചും ഇവിടെ കുത്തിയിട്ടും മുകളിലും താഴത്തും ഒരു കട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ക്രോസ് പോലെ കിട്ടും. ഇവിടെ ഒരു വെട്ടും കിട്ടും, ഇവിടെ ഒരു വെട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ട് സ്ഥലവും കൂടി കൂട്ടിമുട്ടി അടുത്തുനിന്ന് നമ്മൾ താഴേക്കൊരു വര വരയ്ക്കുക. അത് പെർപെൻഡിക്കുലറും ആയിരിക്കും, ആ ലൈനിനെ ബൈസെക്റ്റും ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. 4 എന്നാക്കിയത് കട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ജസ്റ്റ് സിമ്പിളാണ്. ലൈൻ എടുക്കുക, കോമ്പസിൽ അതിൻ്റെ മോർ ദാൻ ഹാഫ് നമുക്ക് അറിയാൻ പറ്റും. പകുതിയിൽ കൂടുതൽ എടുക്കുക, ഒരു സൈഡ് വയ്ക്കുക, അവിടെ വെട്ടുക, താഴെ വയ്ക്കുക, അവിടെയും വെട്ടുക. പിന്നെ അതിൻ്റെ അതേ അളവ് മാറ്റാതെ അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് രണ്ടിടത്തും വെട്ടുക. അപ്പോൾ രണ്ട് നമുക്ക് ഇതുപോലെ ഇൻ്റർസെക്റ്റഡ് പോയിന്റ്സ് കിട്ടും. അതിനെ രണ്ടിനെയും കൂടി ചേർത്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബൈസെക്ടറും കിട്ടും. ആ ബൈസെക്ടറിൻ്റെ പ്രത്യേകത അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ 3.5 ഒക്കെ ഇപ്പോൾ സ്കെയിലില്ല കയ്യിൽ. മീൻസ് 7 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ തന്നു, 3.5 ആണ് അവിടെ വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് 7ൻ്റെ പകുതിയൊക്കെ എടുക്കാനായിട്ട് ഈ കോമ്പസ് വെച്ചിട്ട് ഇതാക്കാൻ പറ്റും. ആൻഡ് ഇപ്പം നമുക്കൊരു ലൈൻ പ്രത്യേകിച്ച് നീളം ഒന്നും തന്നിട്ടില്ല, അളക്കാൻ സ്കെയിലുമില്ല. അതിൻ്റെ പകുതി കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് കോമ്പസ് മാത്രം മതി. ഓക്കെ, അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന ആശയം ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് ആംഗിൾ ബൈസെക്ടർ. ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ ഒരു ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യുന്ന ലൈനാണ് ആംഗിൾ ബൈസെക്ടർ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യാം. ഇന്ന അളവൊന്നും പറയുന്നില്ല. ഓക്കെ, ഇവിടെ ഒരു ആംഗിൾ എടുത്തിട്ടുണ്ട്. ഈ ആംഗിളിൻ്റെ പകുതിയാക്കണം. അപ്പോൾ ഞാൻ കോമ്പസിൽ ഒരു നിശ്ചിത ലെങ്ത് എടുത്തിട്ട് ഇങ്ങനെ ഒരു കട്ടെടുത്തു. ഓക്കെ, ഇങ്ങനെ ഒരു കട്ടെടുത്തു. അതേ അളവ് മാറ്റാതെ കോമ്പസിൻ്റെ സൂചി ഇവിടെ വെച്ചു, ഒരു വെട്ട് ഇവിടെ വെച്ചിട്ട് ഒരു വെട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ഥലത്ത് രണ്ടും കൂടി കൂട്ടി വെച്ച് ഒരു വെട്ട് കിട്ടും. അവിടേക്ക് നമ്മൾ ജോയിൻ ചെയ്യിച്ച് വരയ്ക്കണം. ഓക്കെ, ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു ലൈൻ കിട്ടിയില്ലേ? ഇതിനെയാണ് ഇതിൻ്റെ ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടെന്ന് വിചാരിക്കുക, ആ ആംഗിളിനെ രണ്ട് ഈക്വൽ പാർട്സായി മുറിക്കുന്ന ലൈനാണ് ഇത്. സോ ഇറ്റ് ഈസ് കോൾഡ് ഇറ്റ്സ് ആംഗിൾ ബൈസെക്ടർ. ഇപ്പോൾ ഇത് x ഡിഗ്രി ആണെങ്കിൽ ഇതും x ഡിഗ്രി ആയിരിക്കും. അതായത് രണ്ട് ഈക്വൽ പാർട്സായി ആംഗിൾസ് ആക്കി ഡിവൈഡ് ചെയ്യുകയാണ് ഈ ലൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ സപ്പോസ് 70ൻ്റെ പകുതി 35 ഡിഗ്രി. ഓക്കെ, അതൊക്കെ വരയ്ക്കണമെങ്കിൽ ഇവിടെ വരയ്ക്കാം. 89 ഡിഗ്രിയുടെ പകുതി, അതൊക്കെ വരുമ്പോൾ ഒരു ഫ്രാക്ഷൻ ആയിട്ടല്ലേ, ഹാഫ് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രാക്ഷൻ്റെ കേസിലേക്ക് പോകില്ല. അപ്പോൾ അര ഡിഗ്രിയൊക്കെ നമുക്ക് എടുത്ത് വരയ്ക്കൽ പണിയാണ്. അപ്പോൾ അവിടേക്കാണ് ആംഗിൾ ബൈസെക്ടർ എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹാഫ് ഡിഗ്രീസ് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.